തിരുനാവായയും കൊട്ടിയൂരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് തിരുപ്പതിയും കൊട്ടിയൂരും. ഇവ തമ്മിൽ താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ അവരുടെ ഓർഗനൈസിംഗ് ടെക്നിക്കുകൾ ഒരു പരിധിവരെ നമുക്ക് കോപ്പി ചെയ്യുവാൻ കഴിയും. കൊട്ടിയൂർ കരിങ്കല്ലിനാൽ കെട്ടി ഉയർത്തിയ ഒരു ക്ഷേത്രമല്ല, അതൊരു യാഗഭൂമിയാണ്. പരിമിതികൾ ഏറെയുള്ള ഒരു കുടിയേറ്റ ഭൂമി. തിരുവഞ്ചിറയിൽ കല്ലുപാകിയതും കയറി നിൽക്കുവാൻ ഇരുമ്പ് ഷെഡ് കെട്ടിയത് പോലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളാണ്. ആചാര അനുഷ്ഠാനങ്ങളാൽ കേരളത്തിന്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം. മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ കഴിയാത്ത നിരവധി വൈവിധ്യങ്ങളായ ആചാരക്രമങ്ങൾ ഇവിടെയുണ്ട്. അതിനെ ബഹുമാനിച്ച് ഭക്തിയോടെ നിശബ്ദമായ ഒരു ദർശനമല്ല അന്യസംസ്ഥാനത്തു നിന്ന് വരുന്നവർ ചെയ്യുന്നത്. പകരം ഒരു പിക്നിക്ക് പോലെ കൂട്ടം കൂട്ടമായി വരികയും അധികൃതരുടെ വാക്കുകൾ അവഗണിക്കുകയും തിരക്ക് കൂട്ടുകയും വഴക്കിടുകയും ചെയ്യുന്നു. പലപ്പോഴും അടിവസ്ത്രങ്ങൾ പോലും ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ചു പോകുന്നുവെന്നാണ് പരാതികൾ. തിരുവഞ്ചിറയിൽ ശീവേലി സമയം ഇറങ്ങാൻ പാടില്ലെന്നവർക്കറിയില്ല. മണിത്തറയിൽ കയറിയാൽ നിശബ്ദത പാലിക്കണമെന്നറിയില്ല. മഴയുണ്ടെങ്കിൽ പോലും മണിത്തറയിൽ കുടനിവർത്തി പിടിക്കാൻ പാടില്ലെന്നറിയില്ല. ഇങ്ങനെ പോകുന്നു നമ്മുടെ ആവലാതികൾ. പരാതികളല്ല, പരിഹാരങ്ങളാണ് നമുക്ക് ആവശ്യം. അക്കരെ സന്നിധാന പരിസരത്ത് ഒരേ സമയം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആളുകൾക്ക് പരിമിതിയുണ്ട്. എല്ലാവരെയും തള്ളിക്കയറ്റി വിടാതെ ബാവലിപ്പുഴയുടെ ഇക്കരെ വെച്ച് തന്നെ ആളുകളെ തടഞ്ഞു നിർത്തി ആദ്യം അക്കരെ പ്രവേശിച്ച ഭക്തരെ ഇറക്കിയ ശേഷം അടുത്ത സെറ്റ് ആളുകളെ ബാവലിപ്പുഴ കടത്തിവിടുക. അതിനുള്ള നിയന്ത്രണം പൂർണ്ണമായും പോലീസിനെയോ സന്നദ്ധ സംഘടനകളെയോ ഏൽപ്പിക്കുക. പ്രസാദ വിതരണം ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഗുരുവായൂർ പോലെ ഭക്തർക്ക് ദർശനത്തിന് പണം വാങ്ങി VIP പാസ് നൽകി ആ യാഗഭൂമിയെ അവഹേളിക്കരുത്. ശബരിമലയ്ക്കും ഗുരുവായൂരിനുമൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി കൊട്ടിയൂർ പെരുമാൾ സന്നിധി മാറിയിരിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രമായി ദക്ഷിണകാശി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർ വരരുത് എന്ന് നമുക്ക് ശഠിക്കാനാവില്ല. തിരുനടയ്ക്കും ആചാരങ്ങൾക്കും കോട്ടം തട്ടുന്നതൊന്നും തന്നെ അവിടേക്ക് കടത്തിവിടാതിരിക്കുക. തിരുപ്പതിയിൽ ദർശനത്തിന് കാലേകൂട്ടി ഓൺലൈൻ ബുക്കിങ്ങുകൾ ആവശ്യമാണ്. അത് ശബരിമലയിലും നമ്മൾ പരീക്ഷിച്ചതാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുക. പ്രകൃതി സംരക്ഷണത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ വേണം. എന്നാൽ അവിടെയുള്ള ദൈവസങ്കല്പം തന്നെ അതാണ്. ദർശന സമയം പരിമിതപ്പെടുത്തണം. വരുന്നവർ മണിക്കൂറുകളോളം അവിടെ തങ്ങുന്നത് സന്നിധാനത്തിൽ തിക്കും തിരക്കും കൂട്ടും. ഭക്തർക്ക് ദർശനത്തിനായി എത്തുന്ന ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേയുള്ളൂ. എന്നാൽ പ്രകൃതി ദുരന്ത സാധ്യതകൾ പോലും അവഗണിച്ച് കോരിച്ചൊരിയുന്ന മഴയെയും മഞ്ഞിനെയും വകവയ്ക്കാതെ ഓലഷെഡുകൾക്ക് താഴെ 28 ദിവസം എല്ലാം സഹിച്ച് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ എല്ലാം കൊട്ടിയൂർ പെരുമാളിന്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ച് നമുക്കായി നാടിനായി കൊട്ടിയൂരിനെ സേവിക്കുന്ന കുറച്ചു മനുഷ്യരുണ്ട്. അവരെ നിങ്ങൾ മറക്കാതിരിക്കുക. ഇതൊക്കെ മന്ത്രയ്ക്ക് കൊട്ടിയൂർ പെരുമാൾ വിശ്വാസികളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളാണ്. അതിവിടെ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. പ്രകോപനമല്ലാതെ ഏകോപനമായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ സാധ്യമാവട്ടെ. എല്ലാ പെരുമാൾ ഭക്തർക്കും സുഗമമായ ദർശനം ലഭിക്കുമാറാകട്ടെ. ഏവർക്കും കൊട്ടിയൂരപ്പന്റെ കടാക്ഷമുണ്ടാകട്ടെ.